മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി കേസ് അട്ടിമറിക്കാൻ ഉന്നതരുടെ ഇടപെടൽ എന്നൊരു വാർത്ത കൂടി വരുന്നു. DIG അജിത ബീഗവും പരാതി ഒതുക്കാൻ ശ്രമിച്ചുവെന്ന് PV അൻവർ MLA-യുമായുള്ള ഫോൺ സംഭാഷണത്തിൽ SP സുജിത് ദാസിന്റെ വെളിപ്പെടുത്തൽ. PV അൻവറിനോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടത് DIG അജിത ബീഗമാണ്. PV അൻവറിനോട് പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെടണമെന്ന് DIG പറഞ്ഞതായും അല്ലെങ്കിൽ പ്രശ്നമാകുമെന്നും അജിത ബീഗം പറഞ്ഞതായാണ് വെളിപ്പെടുത്തൽ. ആ ഭാഗം നമുക്കൊന്ന് കേട്ടുവരാം. ഈ ശശി ഇത് അറിഞ്ഞപ്പോ ശശി ഇത് DIG-നെ അറിയിച്ചു. അപ്പൊ DIG ആണ് എന്നെ വിളിച്ചറിഞ്ഞ സുഹൃത്തെ ഇങ്ങനെ അൻവർ MLA സാർ എന്താ ഇങ്ങനെ നീയോട്ട് നല്ല ബന്ധമല്ലേ, എന്താ ഇപ്പൊ സാർ ഇങ്ങനെ ഇതിന്റെ അകത്ത് ഇങ്ങനെ ആവശ്യം ഇല്ലാതെ നിന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഞാൻ പറഞ്ഞു എന്നോട് ഒരു ദേഷ്യമില്ല, 3 വർഷം ഞാൻ നല്ല ബന്ധം തന്നെയായിരുന്നു, വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും. അപ്പൊ എന്നോട് അങ്ങനെ അദ്ദേഹത്തിന് തോന്നിട്ട കാര്യമില്ല. ഇപ്പൊ ശശിയോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവാം, പക്ഷെ അല്ലാതെ എന്റെ അടുത്ത് അങ്ങനത്തെ ഒരു വിധ വികാരം അദ്ദേഹത്തിന് ഇല്ല, എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നീ ഒന്ന് അദ്ദേഹത്തിനോട് സംസാരിക്കുകയോ മറ്റോ ചെയ്യോ, ഇങ്ങനെ അത് സാറൊക്കെ അത് ഇട്ടെടുത്ത് കഴിഞ്ഞാല് അത് അനാവശ്യമായിട്ട് നിന്റെ അനാവശ്യമായ ഒരു കോൺട്രവേഴ്സിയാണ്. മീൻസ് സാർ അതൊരിക്കലും മറ്റു പരാതി നടന്നു പോകട്ടെ, പക്ഷെ സാർ ഒരിക്കലും അത് വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു ഹൈ പ്രൊഫൈലിലേക്ക് അത് വെറുതെ പോകും. അപ്പം അത് നീ സാറിനോട് സംസാരിക്കുന്നു പറഞ്ഞു. DIG കോഴിക്കോട് അല്ല തൃശ്ശൂര് പുള്ളിയാണ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഈ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ഇത് ചെയ്യുക. തൃശ്ശൂർ DIG-നെ സുജിത് SP-ക്ക് മാനേജ് ചെയ്യാൻ പറ്റൂലേ? ഇല്ല, അവരൊക്കെ ട്രാൻസ്ഫർ ആയി പോവാണേ. നാളെ അവര് റിലീവ് ചെയ്യാണ്. അല്ല, ഇനിയിപ്പോ അടുത്ത ആള് വന്നാലും നിങ്ങളെ ഗ്രൂപ്പിൽപ്പെട്ട അങ്ങനെ മാനേജ് ചെയ്യാനല്ലല്ലോ. അപ്പൊ അതിന്റെ അകത്ത് എനിക്ക് ഒറ്റ റിക്വസ്റ്റ് MLA-യോടുള്ളൂ, MLA കൊടുത്ത പരാതി ഒന്ന് വിഡ്രോ ചെയ്യണം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. നോക്കൂ, സുജിത് ദാസ് പത്തനംതിട്ട SP കിടന്നിങ്ങനെ കാലു പിടിക്കുകയാണ്. ഒരു SP-യുടെ ഒരു അവസ്ഥ നോക്കണേ. പോലീസിൽ നമ്മൾ ഈ സിവിൽ സർവീസ് കഴിഞ്ഞു വരുന്ന IPS ഉദ്യോഗസ്ഥരെ കുറിച്ച് നമുക്ക് ചില ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. ആ ധാരണകളൊക്കെ ഈ സുജിത് ദാസ് പൊളിച്ചു കളഞ്ഞു. MLA-യോട് പറയാണ് ആജീവനാന്ത കാലം ഞാൻ ഞങ്ങൾക്ക് കടപ്പെട്ടവനാവാം, വിധേയനാവാം എന്നിട്ട് പറയാണ് ഒരു DIG കേസ് അന്വേഷിക്കാൻ വന്നു. ആ DIG ആണ് എന്നോട് പറഞ്ഞത് താങ്കളെ വിളിക്കാൻ. ആര്? പ്രതിയോട് പറയുന്നു കേസ് അന്വേഷിക്കാൻ വരുന്ന DIG അജിത ബീഗം അൻവറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ രമ്യതയിലാക്കണം എന്നുള്ളത്. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? അഷ്കർ അലി നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ അലി, വെരി ഗുഡ് മോർണിംഗ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥ തന്നെ ഈ പ്രതിക്ക് അനുകൂലമായ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക, ആ പരാതി പിൻവലിക്കാൻ വേണ്ടി അൻവറിനോട് താങ്കൾ പറയണമെന്ന് ഉപദേശിച്ചു കൊടുക്കുക. അപ്പോൾ പ്രതിക്ക് നിയമോപദേശം കൊടുക്കുന്ന ആളാണോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥ? ഈ സംവിധാനത്തിലേക്ക് എന്ത് വിശ്വാസമാണ് അഷ്കർ അലി നമുക്കുണ്ടാവുക? അരുൺ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത് തന്നെയാണ് സംസ്ഥാനത്തെ പോലീസ് സേനയുടെ അവസ്ഥ. സേന ഓരോ ദിവസവും കൂടുന്തോറും നാണം കെട്ട് ആ നാണം കേടലിൻ്റെ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാന കാര്യം, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ഒരു പരാതി നൽകുന്നു. മലപ്പുറം SP ഓഫീസിലെ SP-യുടെ ക്യാമ്പ് ഓഫീസിൽ നിന്നും ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള മരങ്ങൾ അത് ജില്ലാ പോലീസ് മേധാവി തന്നെ കടത്തിയിരിക്കുന്നത്, മോഷണം നടത്തിയിരിക്കുന്നു എന്നുള്ള ഒരു പരാതി നൽകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള SP അതിന് പ്രാഥമിക അന്വേഷണം നടത്തിയാണ് DIG-ക്ക് ഇത്തരത്തിൽ ഇങ്ങനൊരു പരാതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൈമാറുന്നത്. സ്വാഭാവികമായും തൻ്റെ ഒരു കീഴ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ വലിയൊരു കുറ്റകൃത്യം, അതും ഒരു ജില്ലാ പോലീസ് മേധാവിയായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ കുറ്റകൃത്യം നടത്തിയെന്ന് അറിയുമ്പോൾ അതിൽ നടപടി സ്വീകരിക്കേണ്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള മുൻ തൃശ്ശൂർ DIG അജിത ബീഗം പക്ഷേ അതിൽ നടപടി സ്വീകരിക്കുന്നതിന് പകരം ആദ്യം തന്നെ ചെയ്യുന്നത് ആരോപണ വിധേയനായ ഇല്ലെങ്കിൽ ഇത്തരത്തിൽ സർക്കാർ മരം മുറിച്ചു കടത്തിയെന്ന് മോഷ്ടിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന ആ ഉദ്യോഗസ്ഥരെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, ആ പരാതി മുന്നോട്ട് പോയാൽ അത് നിങ്ങൾക്ക് പ്രശ്നമാകും, അതുകൊണ്ട് ആ പരാതി ഒതുക്കി തീർക്കാൻ ശ്രമിക്കണമെന്ന് ഈ ആരോപണ വിധേയനായ ഇല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന സുജിത് ദാസിനോട് അതേ അന്വേഷണ ഉദ്യോഗസ്ഥയെ DIG തന്നെ ആവശ്യപ്പെടുന്ന ഒരു വിചിത്രമായ സംഭവത്തിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷിയാവുന്നത്. അത് വെളിപ്പെടുത്തുന്നത് മറ്റാരുമല്ല, DIG വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തുന്നത് അതേ ആരോപണ വിധേയനായ SP തന്നെയാണ് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിൽ സംസ്ഥാന പോലീസിനെ തന്നെ നാണം കെടുത്തുന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആകെ കുത്തഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പോലീസ് സംവിധാനം എത്തിയോ എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ ഒരു IPS ഉദ്യോഗസ്ഥനെതിരെ പരാതി ലഭിക്കുമ്പോൾ പോലും അതിൽ നടപടി സ്വീകരിക്കേണ്ടതിന് പകരം ആ പരാതി ഒതുക്കി തീർക്കാൻ എന്തിനാണ് DIG ശ്രമിച്ചത്, ഇല്ലെങ്കിൽ അത്തരം ഒരു ഉന്നത ഇടപെടൽ നടത്തിയത് എന്തിനാണെന്നുള്ളതാണ് DIG മറുപടി നൽകേണ്ടത്. സംസ്ഥാനത്ത് ഇപ്പോൾ തിരുവനന്തപുരം DIG കൂടിയായിരിക്കുന്ന ഉദ്യോഗസ്ഥയാണ് ഈ അജിത ബീഗം. അത്തരത്തിലൊരു ഉദ്യോഗസ്ഥയാണ്. മാത്രമല്ല ഇതിന്റെ കേസ് അന്വേഷണത്തിന്
കേസിന്റെ മേൽനോട്ട ചുമതല എന്ന് പറയുന്നതും DIGക്ക് ആയിരുന്നു. ആ DIG പിന്നീട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം അഡീഷണൽ SP ഇപ്പോൾ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആ കേസ് അന്വേഷണം നിലവിൽ പുതുതായി വന്ന തൃശ്ശൂർ DIG തോമസിന് കൈമാറുകയും ചെയ്തു. എന്നിരുന്നാൽ പോലും ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ അതിൽ തെളിവുകൾ ശേഖരിക്കേണ്ടതിന് പകരം, അതിൽ മൊഴികൾ എടുക്കേണ്ടതിന് പകരം, ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യേണ്ടതിന് പകരം ആ പരാതി പിൻവലിക്കാൻ ശ്രമിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിന്റെ ഞെട്ടിക്കുന്ന സംഭാഷണ രേഖയാണ് ലോബി എന്ന് നമ്മൾ കുറെ കാലമായിട്ട് കേൾക്കുന്നു, പറയുന്നു. അത് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു IPS ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ MLA പരാതി കൊടുക്കുമ്പോഴാണല്ലോ അതിന്റെ ഗൗരവം കൂടുന്നത്. അതും ഭരണപക്ഷത്തുള്ള MLA പരാതി കൊടുത്തത് കൊണ്ടാണ് സുജിത്ദാസിന് ഇത്രയും മാരകമായ പ്രഹരമായി അത് മാറുന്നതും. അപ്പോൾ IPS ലോബി തന്നെ ഇതിനകത്ത് ഇടപെട്ട് ഈ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം നടത്തുന്നു അല്ലേ അഷ്കർ? അരുൺ, തീർച്ചയായും താനൂർ കസ്റ്റഡി കൊലപാതക കേസിലടക്കം വലിയ തോതിൽ ആരോപണ വിധേയനായിട്ടടക്കം സുജിത്ദാസ് IPS എന്തുകൊണ്ട് സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ പ്രധാന ചോദ്യമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓരോ ദിവസവും റിപ്പോർട്ടർ ഇങ്ങനെ ഒരു പുതിയ വെളിപ്പെടുത്തലുമായി വരും. ഞങ്ങൾ അങ്ങേ വിളിക്കും. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊരു പ്രധാന വെളിപ്പെടുത്തലാണ്. ഈ SP സുജിത്ദാസിനെതിരെ അന്വേഷിക്കേണ്ട അജിത ബീഗം DIG ഈ സുജിത്ദാസിനോട് പറയുകയാണ്, നിങ്ങൾ MLAയുമായിട്ട് പറഞ്ഞ പ്രശ്നം അങ്ങ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കൂ. പരാതി പിൻവലിപ്പിക്കാൻ വേണ്ടി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥനോട് പറയുന്നതാണ് ഇന്നിപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അപ്പോൾ PV അൻവർ തുറന്നുവിട്ട ഭൂതം അത്ര ചെറുതല്ല. ആഭ്യന്തര വകുപ്പിനെ പിടിച്ചുലച്ചിരിക്കുന്നു. ഇതാണ് കേരളത്തിലെ പോലീസിൽ നടക്കുന്ന ഒരു പ്രതീതി വന്നിട്ടുണ്ടോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? യഥാർത്ഥത്തിൽ ഇവിടെ സുരക്ഷിതത്വം ആർക്കുമില്ല എന്നുള്ള നിലയിലേക്ക് വരികയാണ്. മന്ത്രിമാരുടെ പോലും ടെലിഫോൺ ചോർത്തുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ടെലിഫോൺ ചോർത്തുമെന്നും നിലയിലേക്കാണ് പോകുന്നത് എങ്കിൽ ഈ സംസ്ഥാനത്ത് പിന്നെ ആർക്കാണ് രക്ഷ? അതാണ് ഈ സമൂഹം ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിംഗ് സിസ്റ്റത്തിനകത്ത് ഇങ്ങനെ ഒരു കാര്യമേ ഇല്ല. പോലീസിന്റെ നിബന്ധനകളിൽ ഇഷ്ടമില്ലാത്ത ആളുകളുടെ ഫോൺ ചോർത്താം എന്നൊരിടത്തും പറഞ്ഞിട്ടേ ഇല്ല. റയറസ്റ്റ് ഓഫ് ദ റയർ എന്നുള്ള നിലയിൽ ഏതെങ്കിലും ഫോൺ ചോർത്തേണ്ടി വന്നാൽ അതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടായിരിക്കണമെന്നുള്ള നിബന്ധനയുമുണ്ട്. പക്ഷെ അതിനൊരു സിസ്റ്റവും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആ സിസ്റ്റത്തെ പൊളിച്ചിരിക്കുകയാണ്, അതിനെയെല്ലാം പൊളിച്ചടുക്കിയിരിക്കുകയാണ്. അവനവന്റെ താല്പര്യം നടപ്പാക്കുന്നതിന് വേണ്ടി മാത്രം കേരള പോലീസിന്റെ എക്യുപ്മെന്റ്സ് പോലും ദുരുപയോഗം ചെയ്യുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ഒരു സംസ്ഥാനത്തെ ഇത് സമ്മതിക്കാൻ കഴിയില്ല. അതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആർക്കാണ് സുരക്ഷ? ഈ പരാതി കൊടുത്ത MLAയോട് ആ പരാതി പിൻവലിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ് ആ പരാതി അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥ. പ്രതിയോട് പറയുകയാണ്, പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളോട് പറയുകയാണ്, ആരോപണ വിധേയനോട് പറയുകയാണ്, നിങ്ങൾ MLA കണ്ട ആ പരാതി പിൻവലിപ്പിക്കാൻ പറയൂ. അങ്ങനെ DIG അജിത ബീഗത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് MLAയുമായി സംസാരിക്കുന്നതെന്നാണ് SP സുജിത്ദാസ് പറഞ്ഞത്. അപ്പോൾ അതിലെന്തോ ഒളിക്കാനില്ലേ എന്നത് സ്വാഭാവികമായൊരു സംശയമാണ് പ്രേക്ഷകർക്ക്. അതാണ് അഷ്കർ അലി ഇന്നിപ്പോൾ പുറത്തുവിട്ട പ്രധാനപ്പെട്ട വാർത്ത. ആ ടെലിഫോൺ സംഭാഷണത്തിൽ കൃത്യമായി എന്ന് പറയുന്നുണ്ട്. ഒരിക്കൽ കൂടി നമുക്ക് ആ ടെലിഫോൺ സംഭാഷണത്തിൻ്റെ ആ ഭാഗം ഒന്ന് കേൾക്കാം. അജിത ബീഗത്തോട് ഈ കാര്യം താൻ പറയുമ്പോൾ അജിത ബീഗം എന്ന DIG സുജിത്ദാസിനോട് പറയുന്നു, പരാതി കൊടുത്ത MLAയോട് ഈ കാര്യം പറഞ്ഞ് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കണം. ആ പരാതി പിൻവലിക്കാൻ അങ്ങനെ സുജിത്ദാസ് പറയുന്നതാണ് നമ്മൾ കേട്ടത്. നമുക്കൊരിക്കൽ കൂടി ആ ടെലിഫോൺ സംഭാഷണം കേട്ടുവരാം. എത്ര ഗുരുതരമാണ് എന്നത് പ്രേക്ഷകർ ആലോചിച്ച് നോക്കൂ. ഈ ശശി ഇത് അറിഞ്ഞപ്പോ ശശി ഇത് DIGനെ അറിയിച്ചു. അപ്പൊ DIG ആണ് എന്നെ വിളിച്ചറിഞ്ഞ, സുഹൃത്തെ ഇങ്ങനെ അൻവർ MLA സാർ എന്താ ഇങ്ങനെ നീയോട്ട് നല്ല ബന്ധമല്ലേ, എന്താ ഇപ്പൊ സാർ ഇങ്ങനെ ഇതിന്റെ അകത്ത് ഇങ്ങനെ ആവശ്യം ഇല്ലാതെ നിന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഞാൻ പറഞ്ഞു എന്നോട് ഒരു ദേഷ്യമില്ല, 3 വർഷം ഞാൻ നല്ല ബന്ധം തന്നെയായിരുന്നു, വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും. അപ്പൊ എന്നോട് അങ്ങനെ അദ്ദേഹത്തിന് തോന്നേണ്ട കാര്യമില്ല. ഇപ്പൊ ശശിയോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവാം, പക്ഷെ അല്ലാതെ എന്റെ അടുത്ത് അങ്ങനത്തെ ഒരുവിധ വികാരം അദ്ദേഹത്തിന് ഇല്ല, എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നീ ഒന്ന് അദ്ദേഹത്തിനോട് സംസാരിക്കുകയോ മറ്റോ ചെയ്യും, ഇങ്ങനെ അത് സാറൊക്കെ അത് ഇട്ടെടുത്തു കഴിഞ്ഞാല് അത് അനാവശ്യമായിട്ട് നിന്റെ അനാവശ്യമായൊരു കോൺട്രവേഴ്സിയാണ്. മീൻസ് സാർ അതൊരിക്കലും മറ്റു പരാതി നടന്നു നോക്കട്ടെ, പക്ഷെ സാർ ഒരിക്കലും അത് വന്നു കഴിഞ്ഞാല് അത് മറ്റൊരു ഹൈ പ്രൊഫൈലിലേക്ക് അത് വെറുതെ പോകും. അപ്പം അത് നീ സാറിനോട് സംസാരിക്കുന്നു പറഞ്ഞു. ഇപ്പൊ അന്വേഷിക്കുന്ന നമ്മളെ DIG ആണ് കോഴിക്കോട്, അല്ല തൃശ്ശൂര് പുള്ളിയാണ് ഇപ്പൊ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. അതെ, ഈ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ഇത് ചെയ്യുക. അല്ല, തൃശ്ശൂർ DIGനെ സുജിത്ത് SPക്ക് മാനേജ് ചെയ്യാൻ പറ്റൂലേ? ഇല്ല, അവരൊക്കെ ട്രാൻസ്ഫർ ആയി പോവാണേ. നാളെ അവര് റിലീവ് ചെയ്യാണ്. അല്ല, ഇനിയിപ്പൊ അടുത്ത ആള് വന്നാലും
നിങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട അങ്ങനെ ആൾക്കാർ അങ്ങനെ മാനേജ് ചെയ്യാനല്ലല്ലോ. അപ്പൊ അതിന്റെ അകത്ത് എനിക്ക് ഒറ്റ റിക്വസ്റ്റ് MLA-യോടുള്ളൂ. MLA കൊടുത്ത പരാതി ഒന്ന് വിഡ്രോ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പോലീസിൽ നടക്കുന്നത് എന്താണ് എന്നതിൻ്റെ നേർചിത്രമാണ്. കുറ്റാരോപിതനായ ഒരു SP, ആ SP-യുമായി ബന്ധപ്പെട്ടൊരു പരാതി MLA കൊടുക്കുമ്പോൾ അത് അന്വേഷിക്കാൻ ചുമതലപ്പെട്ട DIG SP-യെ വിളിക്കുന്നു, പ്രതിയെ തന്നെ അല്ലെങ്കിൽ ആരോപണ വിധേയനെ തന്നെ നേരിട്ട് വിളിക്കുന്നു. നിങ്ങളും അയാൾ തമ്മിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, പുള്ളി വിളിച്ച് പറ, ഇതങ്ങ് ഒതുക്കി തീർക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് DIG ആണ് എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നിരിക്കുന്നത്. നമ്മളെങ്ങനെയാണ് ഈ പോലീസ് സംവിധാനത്തിൽ ഒരു IPS ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ ഒരു കമ്മീഷണർക്കെതിരെ അതല്ലെങ്കിൽ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പരാതി കൊടുക്കുക? പരാതി അന്വേഷിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥ ഈ പ്രതിക്കത് ചോർത്തി കൊടുക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? അതാണ് ഇപ്പോൾ ഇവിടെ പൊളിഞ്ഞിരിക്കുന്നത്. അതാണ് അഷ്കർ അലി ഇതിലെ ഏറ്റവും ഗുരുതരമായ കാര്യം. ഒരു പോലീസ് സംവിധാനത്തെ ആകെ തുരങ്കം വയ്ക്കുന്ന രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അനാർക്കി, ഒരു അരാജകത്വം ഈ ആഭ്യന്തര വകുപ്പിലുണ്ട് എന്നതിൻ്റെ ഒരു നേർചിത്രം കൂടിയല്ലേ ഇത്. ആരോപണ വിധേയനോട് പരാതി അന്വേഷിക്കാൻ കൊടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥ വിളിച്ചു പറയുകയാണ് നിങ്ങളത് ഒതുക്കി തീർക്കാൻ ശ്രമിക്കാൻ. അഷ്കർ അലി, അരുൺ, PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ ഒരു പരിധിവരെ ശരിവെക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. PV അൻവർ ഉന്നയിക്കുന്നതും സമാനമായ കാര്യമാണ്. സംസ്ഥാനത്തെ പോലീസ് സംവിധാനമാകെ കുത്തഴിഞ്ഞു കിടക്കുന്നു, അതിലൊരു നെക്സസ് പ്രവർത്തിക്കുന്നുണ്ട്. ആ നെക്സസ് ആണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നേരത്തെ നമ്മൾ IPS ലോബി എന്നൊക്കെ വിശേഷിപ്പിച്ചതുപോലെ തന്നെ ഒരു നെക്സസ് പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ MR അജിത് കുമാർ അടക്കമുള്ളവർ ആ നെക്സസിന്റെ ഭാഗമാണെന്ന് അൻവർ വ്യക്തമാക്കുകയും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ആ ആരോപണങ്ങൾ ശരിവെക്കുന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ DIG അജിത ബീഗവും, മുൻ തൃശ്ശൂർ DIG ആയിട്ടുള്ള അജിത ബീഗവും ഇപ്പോൾ തിരുവനന്തപുരം DIG കൂടിയാണ്. ആ അജിത ബീഗം ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയെന്ന് അതേ ആരോപണ വിധേയനായ SP സുജിത് ദാസ് തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. PV അൻവർ MLA പറയുന്നതും ഇത്തരത്തിൽ താൻ അജിത ബീഗം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് താൻ വിളിക്കുന്നത് എന്ന് പറയുന്നത് പ്രതിയായ അല്ലെങ്കിൽ കുറ്റാരോപണ വിധേയനായിട്ടുള്ള പത്തനംതിട്ട SP ആയിട്ടുള്ള സുജിത് ദാസ് ആണ്. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിന് എന്ത് വിശ്വാസ്യതയാണ് ഇനി ബാക്കിയുള്ളത് എന്നാണ്. കാരണം DIG-യും ADGP-യും SP-മാരും ഒക്കെ തന്നെ പ്രതിപട്ടികയിലേക്ക് വരുമ്പോൾ ഇനി ആരെയാണ് ഒരു സാധാരണക്കാരായ പൗരൻ സമീപിക്കേണ്ടത്? ആർക്കാണ് വിശ്വാസത്തോടെ ഒരു പരാതി കൊടുക്കേണ്ടത്? ഒരു MLA നൽകിയ, ഭരണപക്ഷ MLA നൽകിയ പരാതി പോലും ആരോപണ വിധേയൻ DIG തന്നെ വിളിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ, അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ പരാതി ഒതുക്കി തീർക്കാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ പരാതിക്കാരൻ ഒരു പോലീസ് സംവിധാനത്തെ സമീപിക്കുക? അതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ അജിത ബീഗം പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ സുജിത് ദാസ് ആവർത്തിക്കുന്ന കാര്യം, MLA പരാതി കൊടുക്കുമ്പോൾ അതൊരു ഹൈ പ്രൊഫൈൽ പരാതി സൃഷ്ടിക്കും. പരാതി ഒതുക്കി തീർക്കണമെന്നാണ്. അഷ്കർ, ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. സർക്കാർ പരിഗണിക്കേണ്ട, പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. പരാതിക്കാരനോട് ആ പരാതി പിൻവലിക്കാൻ വേണ്ടി നിയമോപദേശം കൊടുക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥയെ അജിത ബീഗം നിൽക്കുമ്പോൾ ഇന്നിപ്പോൾ അജിത ബീഗം മറ്റൊരു അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഉയർന്ന വെളിപ്പെടുത്തലുകൾ, താരങ്ങൾക്കെതിരെ അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിൽ ഈ DIG ഉൾപ്പെട്ടിട്ടുണ്ട്. അഷ്കർ അലി, അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? പോലീസുകാർക്ക് മാത്രമേ ഈ സൗഹൃദങ്ങളുള്ളൂ എന്ന കാര്യത്തിൽ സ്വാഭാവികമായും പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാകാമല്ലോ. സംശയത്തിൻ്റെ നിഴലിലായി മാറിയിരിക്കുന്നു അജിത ബീഗവും. ആ അജിത ബീഗം ഇപ്പോൾ ചലച്ചിത്ര താരങ്ങൾക്കെതിരെ കേസ് അന്വേഷിക്കുന്ന സംഘത്തിലുണ്ട്. ഇപ്പോൾ ഈ SP-യോട് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു താരത്തോട് വിളിച്ചു പറയില്ല എന്ന് എന്താണ് ഉറപ്പ്? പ്രേക്ഷകർക്ക് സംശയിക്കാമല്ലോ, അല്ലേ അഷ്കർ അലി? തീർച്ചയായും യാതൊരു ഉറപ്പുമില്ല. കാരണം സുജിത് ദാസിനെ പോലുള്ള തൻ്റെ കീഴുദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ DIG അജിത ബീഗം തയ്യാറാവുന്നുണ്ടെങ്കിൽ താരമൂല്യങ്ങളുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂപ്പർ സ്റ്റാർ പദവികളിൽ വഹിക്കുന്ന പല ആളുകളും കുറ്റാരോപണ വിധേയരായി സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് മുന്നിലും ഇത്തരത്തിൽ പരാതി ഒതുക്കി തീർക്കാൻ DIG ശ്രമിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനി സംശയം. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനി പോലീസ് സേനയിൽ നമ്മൾ ആരെ വിശ്വസിക്കും? ADGP-യും DIG-യും SP-മാരും ഒക്കെ തന്നെ ഇങ്ങനെ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ ഈ സംവിധാനം ഇല്ലെങ്കിൽ നാട്ടിലെ പൗരന്മാർ ആരെ വിശ്വസിച്ച് ആർക്ക് മുമ്പിൽ പരാതി പറയും, ആർക്ക് മുമ്പിൽ മൊഴി നൽകും എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഉയർന്ന ചോദ്യം. മാത്രമല്ല ഇതിൽ DIG തന്നെ ഈ ഫോൺ സംഭാഷണത്തിൽ വെളിപ്പെടുത്തിയതായി സുജിത് ദാസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, MLA പരാതി കൊടുക്കുമ്പോൾ അതൊരു ഹൈ പ്രൊഫൈൽ പരാതിയാണ്, അത് കോൺട്രവേഴ്സി സൃഷ്ടിക്കുമെന്നുള്ളതാണ്. അഥവാ മറ്റൊരാളാണ് പരാതി നൽകുന്നതെങ്കിൽ അവർക്ക് യാതൊരു വിഷയമില്ല എന്നുള്ളതാണ് അതിൻ്റെ ദ്വയാർത്ഥം. ആ കാര്യം സുജിത് ദാസ് MLA-യോട് പറയുന്നുണ്ട് മറ്റൊരു ഫോൺ സംഭാഷണത്തിൽ. MLA അല്ലാതെ പ്രതിപക്ഷ MLA പരാതി കൊടുത്താലും ഞങ്ങൾക്കൊരു വിഷയമില്ല, ഇനി ലീഗിൻ്റെ MLA-മാർ പരാതി കൊടുത്താൽ പോലും ഞങ്ങൾക്ക് വിഷയമില്ല. മുൻ പോലീസ് ഉദ്യോഗസ്ഥരായി സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ, നിലവിലെ പരാതിക്കാരൻ, അയാളുടെ പരാതിയും എനിക്ക് വിഷയമില്ല. അഥവാ ആ പരാതിയൊക്കെ തന്നെ തങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളാം. MLA-യുടെ പരാതി മാത്രമാണ് തങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഭീഷണി ഉയർത്തുന്നത്. അതുകൊണ്ട് MLA-യുടെ പരാതി ഹൈ പ്രൊഫൈൽ പരാതി ആയതുകൊണ്ട് ആ പരാതിയിൽ നിന്ന് MLA പിൻവാങ്ങണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ നാട്ടിലെ ഈ നിയമപാലന സംവിധാനം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അരുൺ.